ഹായ്, ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാടിന്റെ ഹൃദയഭാഗമായ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന കൊല്ലംകോടാണ്. അതായത് എന്താ കൊല്ലംകോടിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൃഷികള് ഇന്നും ഇതേപോലെ കാത്തു സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ സ്ഥലം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ സാധാരണ കൊല്ലംകോട് നിന്നാണ്, ഇവിടെ നിന്നൊക്കെ തന്നെയാണ് നമ്മളെ ആളുകളെ നമ്മുടെ അവിടെയൊക്കെ കൊയ്ത്തിന് വേണ്ടി കൊണ്ടുവരാറ്, അല്ലെങ്കിൽ കൊയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ. ഇവര് ഇതേപോലെ ഈ കൃഷിസ്ഥലം ഇത്രയ്ക്കും മനോഹരമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പാലക്കാടിന്റെ അല്ലെങ്കിൽ കുട്ടനാടിന്റെ ഒരു നിലവറ, കലവറ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള, ഇപ്പോ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റുകൾ ഒന്നാണ് ഇതെന്നാണ് എൻ്റെ കൂട്ടുകാരൻ ആന്റണി എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ വലിയ മലനിരകളുടെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വളരെ നൈസ് നൂല് പോലെ ഇറങ്ങുന്ന വെള്ളം അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ നമുക്ക് സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല, കാരണം വെച്ചാൽ അത്രയും അകലെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ക്യാമറ അത്രയ്ക്കൊന്നും വലിയ ഒരു കണ്ടീഷൻ ഒന്നുമല്ല, എങ്കിലും അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത്രയ്ക്കും പ്രശാന്ത സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ ഇവിടേക്ക് ഉണ്ട്, അവർക്ക് കാണാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, ഞങ്ങള് സാധാരണ ചോദിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് തരുമെന്നൊക്കെ ചോദിക്കുന്ന പോലെ, വെറുതെ നമ്മള് തൃശ്ശൂർക്കാർ പറഞ്ഞ പോലെ എന്തുട്ടൊക്കെ ഇവിടേക്ക് വന്നിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു, ഓ ഇതെന്താണ് കുട്ടിച്ചേക്കോ, നിങ്ങൾ എന്തെങ്ങനെ സംസാരിക്കണേ, ഇതെന്തപ്പത്, എനിക്കൊന്നും മനസ്സിലായില്ല, ഇതൊന്നും അത്ര വലിയ കാര്യമില്ല കേട്ടോ, ഇതെന്താണ്, ഓ കുട്ടിച്ചേക്കോ എന്നൊക്കെയാണ് ഇവിടെ സംസാരിച്ചത്. കാരണം വെച്ചാൽ പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ആ ഒരു രീതികൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇപ്പൊ തൃശ്ശൂർ കിടന്നപ്പോ നമ്മുടെ ജയരാജു വാര്യർ പറഞ്ഞ പോലെ, അപ്പൊ ഇങ്ങോട്ട് മാറിയപ്പോ വിഷയങ്ങളൊക്കെ മാറി, സംസാരം മാറി, ഓ കുട്ടിച്ചേക്കോ അല്ലെ, ആ ഒരു രീതിയാണ്. പക്ഷെ അവര് സംരക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കാണുമ്പോൾ നമുക്ക്, നമ്മളൊക്കെ എന്താ പറയാ, നമ്മളൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഗാർഡനൊക്കെ നടന്ന പോലെ അതിലും മനോഹരമായിട്ട് ഇതിപ്പോ അവിടെ അമ്മച്ചിമാരൊക്കെ നിന്നിട്ട് പുല്ല് വലിക്കുന്നുണ്ട്, അല്ലെ പുല്ല് നടുന്നുണ്ട്. ഇപ്പൊ എൻ്റെ അമ്മക്ക് ഇതുപോലെ തന്നെ ഞാറും നാടും ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ കാണുമ്പോ നമ്മുടെ നമ്മുടെ എൻ്റെ അമ്മ മരിച്ചുപോയി, അവരൊക്കെ ഓർമ്മ വരാണ് ഈ സമയത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും മണ്ണിനോടും മല്ലിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതായത് അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ കർഷകർക്കാണ് അവാർഡ് കൊടുക്കേണ്ടതെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഇന്ന് അതൊന്നും കാണുന്നില്ല. ഈ പറച്ചിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്കാണ് അവാർഡ് കൊടുക്കേണ്ടതെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള പലരും പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതുവരെ അവാർഡൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിത് നമ്മളിലേക്ക് എത്തിക്കുക, അതായത് ഇവിടെ നട്ടിട്ടുള്ള ആ ഒരു സസ്യത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു അരി, അതൊക്കെ നമ്മളെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവരാണ് ചെയ്യുന്നത്. അപ്പൊ അവരാണ് ശരിക്ക് അതിന്റെ ദാതാക്കൾ. അതായത് നമുക്ക് ഇപ്പൊ എന്താ പറയാ, ടിവിയിലോ നെറ്റിലോ യൂട്യൂബ് അങ്ങനെ എന്തെന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഭക്ഷണം കിട്ടില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ എന്താ പറയാ ചേറില്, അതായത് മണ്ണിൽ കൈ മുക്കിയാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഒരുപാട് പേര് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പറയൽ മാത്രമല്ലോ, വേറെ ഒന്നും പ്രത്യേകിച്ച് നടക്കില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കാണാൻ പറ്റി, അതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റി. അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിച്ചു. അത് ഇനിയും, അതായത് ഇപ്പൊ ഇന്നാള് ഇവിടെ ചോദിച്ച പോലെ
അതായത് ഇപ്പൊ ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ് ഇവിടെ നോക്കുമ്പോൾ. കാരണം ഫ്ലാറ്റിലെ കുട്ടിയോട് ഒരു കഥ ചോദിക്കുന്നുണ്ട്. ഫ്ലാറ്റിലെ കുട്ടി ഒരു കാര്യം അതിന്റെ അമ്മയോട് ചോദിക്കുകയാണ്. കുട്ടി ഇതുവരെയായിട്ടും ഈ നെല്ലുണ്ടാവുന്ന അല്ല അരി ഉണ്ടാവുന്നത് എവിടെ എന്ന് ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ ആ കുട്ടി ചോദിക്കുകയാണ്, ഈ മമ്മി ഈ അരി ഉണ്ടാവുന്ന മരം ഏതാന്ന് ചോദിച്ച ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചോദിക്കുകയാണ്, ഈ നെല്ലുണ്ടാവുന്ന മരം, ഈ അരി ഉണ്ടാവുന്ന മരം ഏതാന്ന് ചോദിക്കുന്നത്. ആ കുട്ടിക്ക് അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ മരം കണ്ടിട്ടില്ല. അപ്പൊ ആ കുട്ടികളെ, ആ ഫ്ലാറ്റിലെ കുട്ടികളെ ഈ മരങ്ങൾ കൊണ്ടുവന്ന് കാണിക്കണം. ആ കുട്ടികൾ അറിഞ്ഞു വളരണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഈ അരി കിട്ടണേ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഈ ചോറ് കിട്ടണേ എന്നറിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും, അതായത് ഇനി ചെയ്യേണ്ടത് എന്താണ്, ഈ നെറ്റിലും ഇതിലും മാത്രമായിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ള അവർക്ക് ആ സംശയത്തിനൊക്കെ ഒരു മറുപടി കിട്ടുള്ളൂ. അപ്പൊ വെച്ചാൽ ആ നെല്ലുണ്ടാവുന്ന മരം ഇതാണ് ഈ മരം. അത് ഞാൻ വായിച്ചൊരു കഥയാവാം, നടന്ന സംഭവമാവും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ തോന്നുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. അത് കാണുന്ന ഇതിപ്പോ അധികാരികളോടായാലും നമുക്ക് പറയാനുള്ളത് അതാണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമുക്കിപ്പോ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഈ തമിഴ്നാട് അല്ലെങ്കിൽ അവരൊക്കെ ആശ്രയിച്ചിട്ട് പോകേണ്ട കാലഘട്ടത്തിൽ കൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോ അതിനൊക്കെ ഒരു മാറ്റം വരണം. കൃഷി അത് എന്നും നിലനിൽക്കട്ടെ, അല്ലെങ്കിൽ എന്തെന്ന് പറയാ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും അതിന് ശക്തമായിട്ട് പിന്തുണ നൽകട്ടെ എന്ന ഒരു കാര്യം പറഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ ആ പോയിന്റൊക്കെ നിങ്ങൾ കാണിച്ചു തരാണ്. ആ പനകളും മറ്റുള്ള അവിടെയൊക്കെ വ്യൂ പോയിന്റിൽ ഇവരെ ഇരിക്കാനും ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാനും തരത്തിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രകൃതി രമണീയത ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ സംഘാടകരും ഒക്കെ വളരെ മനോഹരമായിട്ട് അതിനെ കൂട്ടി നിൽക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് വളരെ, എനിക്ക് അല്ലെങ്കിൽ ഇപ്പൊ എന്റെ നാടിന്, അല്ല ഇപ്പോ ഞാൻ സ്നേഹിക്കുന്ന എന്റെ നാടിനായാലും അത് എനിക്ക് വളരെ ഒരു സന്തോഷം നൽകുന്നു. അപ്പൊ ഇതൊക്കെ ഇനി കാണാൻ പറ്റും. വരും തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ എന്തെന്ന് പറയാം, ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും മറ്റൊരു തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഇങ്ങനെയാണ്, നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നു, അവരെങ്ങനെ ഇവിടം വരെ എത്തി, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മള് ഈ എന്തെന്ന് പറയാ, അന്നം നൽകുന്നവന് അല്ലെ മണ്ണിൽ കൈ കുത്തിയാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുക തന്നെയാണ്. അത് ഇന്നൊരു വ്യത്യാസം ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോ ചൈനയിലൊക്കെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ള പല ഉപകരണങ്ങളും മറ്റോണൊക്കെ വന്നിട്ടുള്ളൊക്കെ തോന്നുന്നു. പക്ഷെ ഞാൻ അതിലേക്കൊന്നും ആ വിഷയത്തിലേക്കൊന്നും കിടക്കണില്ല. അപ്പോ നന്നാവട്ടെ. ദൈവത്തിന്റെ സ്വന്തം നാട്, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്, ആ നാട് കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ആ വിശേഷിപ്പിക്കുന്ന ആ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയായിട്ട് കാത്തുപരിപാലിക്കാനൊക്കെ പറ്റട്ടെ. അല്ലെ ഇപ്പോ അതിന് ആ ഒരു വലിയ ഒരു കാര്യം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി മനോഹരമായിട്ടുള്ളൊരു ഐറ്റം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ മുകളിൽ ഒരാൾ കയറി ഇരുന്നിട്ട് ഇത് ചവിട്ടുമ്പോ വെള്ളം, നമ്മുടെ പഴയ ഒരു സിസ്റ്റമാണ്, ഈ വെള്ളം താഴത്തുനിന്നുള്ള വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. പഴയ സിനിമകളിലൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും, സത്യന്റെയും ജയന്റും ഒക്കെ. ഒരുപാട് കാലങ്ങളായി ഈ ചക്രം ചവിട്ട് തുടങ്ങിയിട്ട് എന്നൊക്കെ പറയുന്ന അവരെയൊക്കെ പടത്തിലാവാം
ചിലപ്പോ ഇതുപോലത്തെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവുക. എന്റെ പാപ്പന് ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അങ്ങനെ ഒരു പോത്തിനൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യിപ്പിക്കും. അന്നൊക്കെ ഒരു കിണറിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തേവുക എന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല പണ്ടത്തെ ആധുനിക ഇന്നത്തെ സിസ്റ്റം ഒക്കെ വരുന്നതിന്, മോട്ടറൊക്കെ വരുന്നതിന് മുൻപ് പഴമക്കാര് ചെയ്തിരുന്ന ഒരു സൂത്രവിദ്യയായിരുന്നു. ഇന്നിപ്പോ ടെക്നോളജി മാറി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി ഒക്കെ മാറി. എന്താ പറയാ, ഭക്ഷണം ഒക്കെ ഇഷ്ടപ്രകാരം കഴിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ പഴയതിനൊക്കെ മറന്നു എന്ന് പറയണ പോലെ അതൊന്ന് ഓർമ്മിക്കാനും അത് പഴമക്കാരെ ഓർമ്മിക്കാനൊക്കെ നല്ലൊരു ഒരു ഐറ്റമാണിത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ ആ ഒരു സ്മരണകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.